അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ഹിർസിന്റെ ആയത്തുകൾ എന്ന് പറയപ്പെടുന്ന 2 ആയത്തുകൾ, അതായത് ഹിഫ്ലിന്റെ ആയത്തുകൾ, നമുക്ക് കാവൽ ലഭിക്കുന്ന 2 ആയത്തുകൾ. ആ ആയത്തിനിക്ക് ധാരാളം മഹത്വങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കേട്ട് പഠിക്കാം ഇൻഷാ അള്ളാഹ്. മഹത്വങ്ങൾ നാം മനസ്സിലാക്കി പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മാർത്ഥത ലഭിക്കുകയും നമുക്ക് കൂടുതൽ ആവേശം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, ആ മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ശ്രമിക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ആ ആയത്തിൻ്റെ ആ 2 ആയത്തുകളുടെ മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തത് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു, ഈ 2 ആയത്തുകളിൽ ഖുർആനിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ലാഹിറും ബാത്തിനുമായ രഹസ്യങ്ങൾ ഈ 2 ആയത്തുകളിലുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരായിരിക്കുന്ന നമ്മളെ കൊണ്ട് ഒരിക്കലും കഴിയുകയില്ല. മഹാന്മാർ പഠിപ്പിച്ചു തന്നതായിരിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കിതാബുകളിലൂടെ കാണാൻ കഴിയും. അത് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞാൽ തീരുകയുമില്ല. കുറഞ്ഞ കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കാം. രണ്ടാമത്തത് മഹാന്മാർ പറയുന്നു, ഈ 2 ആയത്തുകളിൽ മുത്ത് നബിയുടെ മദ്ഹുകളാണ് പറയുന്നത്. നമുക്കറിയാം, മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ ഹദീസിൽ തന്നെ ഈ 2 ആയത്തുകളുണ്ട്. മുത്തുനബിയുടെ മദ്ഹുകളാണ് ഈ 2 ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ 2 ആയത്തുകളിൽ ഇസ്മുൽ അഅ്ളം അടങ്ങിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇസ്മുൽ അഅ്ളം ഉച്ചരിച്ചുകൊണ്ട് ഒരാൾ ദുആ ചെയ്താൽ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുമെന്നും അവന്റെ പ്രാർത്ഥന അല്ലാഹു തആല തട്ടിക്കളയുകയില്ല എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ 2 ആയത്തുകൾ ഓതിയിട്ട് നാം അല്ലാഹുവിനോട് ദുആ ചെയ്യുക, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. മറ്റൊരു വലിയ പ്രതിഫലം എന്ന് പറയുന്നത്, ഈ ആയത്ത് സ്ഥിരമായി ഓതുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ളതായിരിക്കുന്ന മറ നീക്കപ്പെടുകയും അള്ളാഹുവുമായി അവനിക്ക് കൂടുതൽ അടുക്കാൻ കഴിയുകയും ചെയ്യും. വലാ യഹൂലു ബൈനഹു വബൈന റബ്ബിഹി ശൈത്വാൻ, അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ളതായിരിക്കുന്ന ആ മറയെ നീക്കിക്കളയാൻ ഷെയ്ത്വാനിന് പോലും കഴിയുകയില്ല, ഷെയ്ത്വാനിന് അതിന് സാധിക്കുകയില്ല. അത്രമാത്രം അടിമയും അള്ളാഹുവുമായി അടുക്കും ഈ ആയത്ത് സ്ഥിരമായി ഓതുന്ന ആളുകൾക്ക്. പണ്ഡിതന്മാർ പറയുന്നു, യാത്ര പുറപ്പെടുന്ന ഒരാള് അവന്റെ വലത് കൈയിന് തലയിൽ വെച്ചുകൊണ്ട് ഈ 2 ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ആ യാത്രയിൽ അവനിക്ക് യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അപകട മരണങ്ങൾ ആ യാത്രയിൽ സംഭവിക്കുകയില്ല. തിരിച്ചു വരുന്നത് വരെ അവൻ പൂർണ്ണ സുരക്ഷിതനായിരിക്കും ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ. നമുക്ക് ഒരാൾ ഭക്ഷണം തന്നു, ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു തവണ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ പിന്നീട് അവനിക്ക് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ അവനിക്കുണ്ടാവുകയില്ല. ഒരാൾ കച്ചവട ആവശ്യാർത്ഥം, അതല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം, മറ്റു എന്തെങ്കിലും ഹൈറായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ ആ പോകുന്ന യാത്രയിൽ 50 തവണ ഈ ആയത്ത് അവൻ ഓതുകയാണെങ്കിൽ ഫലാ യർജിഉ ഇല്ലാ ബിൽ ഖൈർ, നന്മ കൊണ്ടല്ലാതെ അവൻ മടങ്ങുകയില്ല. കച്ചവടമാണെങ്കിൽ അത് ശരിയാവും, ജോലിയാണെങ്കിൽ അത് ശരിയാവും. എന്ത് ഹൈറായ ആവശ്യം ഉദ്ദേശിച്ചുകൊണ്ടാണോ അവൻ യാത്ര ചെയ്തത്, ആ ഹൈറായ കാര്യം അവൻ നേടിയിട്ടല്ലാതെ മടങ്ങുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. സുബഹിക്ക് ശേഷം ഒരാള് ഒരു തവണ ഈ ആയത്ത് പതിവാക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ
മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ അവന്റെ സ്ഥാനം കണ്ടിട്ടല്ലാതെ മരിക്കുകയില്ല. ഇനി ഉറങ്ങാൻ നേരം നാം വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 11 തവണ ഈ 2 ആയത്തുകൾ നാം ആ വിരിപ്പിൽ ഇരുന്നു കൊണ്ട് ഓതിയാൽ, പാരായണം ചെയ്താൽ, ഫലാ തുസീബന്നഹു മുസീബത്തുൻ ഹത്താ അസ്ബഹ, പ്രഭാതം വരെ അവനിക്ക് യാതൊരു മുസീബത്തും ഉണ്ടാവുകയില്ല, നേരം പുലരുന്നത് വരെ അവനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഏൽക്കുകയില്ല, മാത്രവുമല്ല ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടു പോവുകയുമില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഈ 2 ആയത്തുകൾ ഒരാള് വെള്ളിയാഴ്ച രാവിലെ 3 തവണ ചൊല്ലിയാൽ, ഫലാ യഅഖുദന്നഹു സിഹ്റുൻ വലാ ഐനുൻ ഇലൽ ജുമുഅത്തിൽ ആതിയ, അടുത്ത ജുമുഅ വരെ, അടുത്ത വെള്ളിയാഴ്ച വരെ അവനിക്ക് യാതൊരു സിഹറും ഒരു കണ്ണേറും അവനിക്ക് ബാധിക്കുകയില്ല എന്നും പറയുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണങ്ങൾ നടക്കാറുണ്ട്. ഈ കല്യാണങ്ങൾ നടക്കുമ്പോൾ പെണ്ണിനെ മറ്റൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ പെണ്ണോ അതല്ലെങ്കിൽ ആ പെണ്ണിനെ ചമയിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന ആളുകളോ അതല്ലെങ്കിൽ പെണ്ണിന്റെ ബന്ധപ്പെട്ട ആളുകളോ ആ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങി ഭർത്താവിന്റെ വീട്ടിലെത്തുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ ആയത്തുകൾ ഓതിയാൽ ഭർത്താവിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, കണ്ണേറുകൾ സംഭവിക്കുകയില്ല, വേറൊരു മുസീബത്തും ബലാവും അവൾക്കുണ്ടാവുകയില്ല എന്നും പണ്ഡിതന്മാർ പറയുന്നു. ഗർഭിണികളായിരിക്കുന്ന സഹോദരിമാർ, ഉമ്മമാർ ഈ 2 ആയത്തിനെ അവരുടെ ഗർഭകാലത്ത് പാരായണം ചെയ്താൽ, സ്ഥിരമായി ഓതിയാൽ, പ്രസവിക്കുന്ന സമയത്ത് അവർക്ക് പ്രസവാനന്തരമുണ്ടാവുന്ന ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാവുകയില്ല. മാത്രവുമല്ല വയക്കൂനുൽ വലതു സ്വാലിഹ, അവർ പ്രസവിക്കുന്ന കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് സ്വാലിഹായിരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. നമ്മുടെ വീടുകളിലൊക്കെ നാം പണം അതല്ലെങ്കിൽ സ്വർണം ഒക്കെ അലമാരയിലാണ് സൂക്ഷിച്ചു വെക്കാറുള്ളത്. ഇങ്ങനെ പണവും സ്വർണവും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് ഈ 2 ആയത്തുകൾ ഓതിയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് അത് കള്ളൻ കട്ടുകൊണ്ടുപോവുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുകയില്ല എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇനി പ്രഭാഷകരായിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഉസ്താദുമാർ, അധ്യാപകന്മാർ, ടീച്ചർമാർ, ഇവരൊക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ ഈ 2 ആയത്തുകൾ ഓതിയാൽ, ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പോ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഈ 2 ആയത്തുകൾ ഓതിയാൽ ഖൈറല്ലാതെ മറ്റൊന്നും അവനിക്ക് പറയാൻ സാധിക്കുകയില്ല എന്നും, കേൾക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും അവൻ്റെ ക്ലാസ് നല്ലവണ്ണം മനസ്സിലാകുമെന്നും അവർക്ക് ഖൈറ് ലഭിക്കുമെന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇങ്ങനെ ധാരാളം പ്രതിഫലങ്ങൾ ഈ 2 ആയത്തിന് കൊണ്ട് ജീവിതത്തിൽ നാം ഈ 2 ആയത്തുകൾ മറക്കാതെ എല്ലാ ദിവസവും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് പല സമയങ്ങളിൽ വസിയ്യത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഗർഭിണികൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.